നമ്മൾ വീണ്ടും എറണാകുളത്തേക്ക് പോകുന്നു. അവിടെ ഗർഭിണിയെ മുഖത്തടിച്ച സംഭവത്തിൽ പ്രതിഷേധം കടുക്കുകയാണ്. ഇപ്പോൾ അരൂർ SHO പ്രതാപ് ചന്ദ്രന് ഇതുമായി ബന്ധപ്പെട്ട സസ്പെൻഷൻ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വാർത്ത. ദക്ഷിണ മേഖല DIG ആണ് സസ്പെൻഡ് ചെയ്തത്. ഇയാളെ സർവീസിൽ നിന്നും തന്നെ പുറത്താക്കണമെന്ന ആവശ്യമാണ് മർദ്ദനത്തിനിരയായ യുവതി മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ യുവതി ആക്രമിച്ചതിനാലാണ് മുഖത്തടിക്കേണ്ട സാഹചര്യം ഉണ്ടായത് എന്നാണ് പ്രതാപചന്ദ്രന്റെ വിശദീകരണം. പ്രതാപചന്ദ്രന്റെ നടപടി പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. പ്രതാപചന്ദ്രൻ സേനയിലെ സ്ഥിരം പ്രശ്നക്കാരനാണെന്നുള്ള വിവരങ്ങൾ കൂടി ഇതുവഴി പുറത്തു വരുന്നുണ്ട്. 2023 തന്നെ അകാരണമായി മർദ്ദിച്ചു എന്ന് സ്വിഗ്ഗി ജീവനക്കാരൻ പരാതി നൽകിയിരുന്നതും ഇപ്പോൾ പുറത്തു വരുന്നു. സ്റ്റേഷനിലെത്തിക്കുന്ന പ്രതികളെ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്നാണ് മിന്നൽ പ്രതാപൻ എന്ന പേര് വന്നതെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. എന്താണോ അതിന്റെ ശിക്ഷ എന്താണോ അത് വാങ്ങിച്ചു കൊടുക്കണം. അതെ വീണ്ടും വന്നിരുന്നു നമ്മളെ പിന്നും ഇന്നലെയും വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. ഞാൻ കുഞ്ഞുങ്ങളെ കേട്ടാണല്ലോ നിങ്ങൾ, അത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ തൊട്ടുള്ള തിരിച്ചു പോരുന്ന വരെയുള്ള പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ട്. അവിടെ ഞാനൊരു അക്രമവും സൃഷ്ടിച്ചിട്ടില്ല. ഞാൻ ആകെ നിലവിളിച്ചു, കാരണം ആകെ അപ്സെറ്റായിപ്പോയി ആളടിക്കുന്ന കണ്ടപ്പോൾ. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് എൻ്റെ നെഞ്ചിൽ പിടിച്ച് തള്ളിയപ്പോഴാണ് ഞാൻ പോയി ടച്ച് ചെയ്ത് അതായത്, അല്ലാതെ അതിനപ്പുറം ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ആകെ ഉറക്കെ നിലവിളിച്ച് കരഞ്ഞു. മറ്റൊരു കാര്യം, ഈ ഭർത്താവിനെതിരെ വേറെ നിരവധി കേസുകൾ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. വേറെ ഒരു കേസും നിലവിലില്ല. നമ്മളിവിടെ റൂംസാണ് നടത്തുന്നത്. ഇതിനു മുമ്പ് ഒരു പെങ്കൊച്ച് ഇവിടെ വന്ന് റൂമിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അപ്പം നമ്മൾ അവർ ചെക്കൗട്ട് ചെയ്ത് പോകാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് താഴെ വന്ന് എൻ്റെ സ്റ്റാഫിനെ അടിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഹസ്ബൻഡ് ഒരു അടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് കേസാക്കി ആൾ മാറ്റിയത്. അതും വിഷ്വലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആളടിക്കുന്നത് മാത്രം എടുത്തു കൊടുത്ത് വിഷ്വലാക്കിയിട്ടുണ്ടായിരുന്നു. അത് ആ പെങ്കൊച്ചാണ് ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. നമ്മൾ അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് ഇപ്പോൾ കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ നിലവിൽ വേറെ ഒരു കേസും എൻ്റെ ഹസ്ബൻഡിനെതിരെ ഇല്ല. മദ്യപാനിയോ അല്ല എൻ്റെ ഹസ്ബൻഡ്. പിന്നെയുള്ളത് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കൊറോണയുടെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു എല്ലാവർക്കും വരുന്ന പോലത്തെ ഒരു കേസ്. അതായത് കൊറോണ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെല്ലുമ്പോൾ അവരൊരു ഡീറ്റെയിൽസ് എടുത്തിട്ട് നമ്മൾ കൊറോണ വ്യാപിപ്പിച്ചു എന്നൊക്കെയും പറഞ്ഞിട്ടുള്ള പോലത്തെ ഒരു സംഭവത്തിൻ്റെ ഒരു കേസും. പിന്നെ ഞങ്ങളുടെ വേസ്റ്റ് മാനേജ് മറ്റേ ബ്രഹ്മപുരം കത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേസ്റ്റ് ഇവിടുന്ന് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നതില്ല. അപ്പോൾ ഞങ്ങളുടെ വേസ്റ്റുകളല്ലാതും ഞങ്ങൾക്ക് ഈ ഷോപ്പ് ആദ്യം ഞങ്ങൾക്ക് ഇവിടെ ശരിക്കും ഒരു കാർ ഷെഡ് പോലെയായിരുന്നു. അപ്പോൾ ഈ ഷെഡിൻ്റെ ഉള്ളിൽ, ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ തന്നെ സേഫായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന വേസ്റ്റിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിലൊരു കേസാക്കിയിട്ടുള്ളതാണ്. ഇതാണ് ക്രിമിനൽ കേസ് എന്ന് പറയുന്നത്. പിന്നെ ക്രിമിനലാണോ അല്ലയോ എന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത്, അയാളല്ല തീരുമാനിക്കേണ്ടത്. അയാൾക്ക് എന്നെ ആരോപിക്കാം ഞാൻ ക്രിമിനലാണോ എന്താണെന്നുള്ളത്, പക്ഷേ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അതിന് തക്കതായ തെളിവുകൾ ഞങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിട്ട് ഞങ്ങൾക്കെതിരെയുള്ള ആൾക്കാർക്കെതിരെ 308 വകുപ്പ് പ്രകാരം കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. അവർ ലക്ഷദ്വീപിലുള്ള ആൾക്കാരാണ്. അവരെന്നെ ഈ ഇലക്ഷൻ്റെ പ്രശ്നം കാരണം ഇവർക്ക് പോകാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇതെല്ലാത്തിനും ഈ മന്ദഗതിയിലാക്കിയത് ഈ പുള്ളിക്കാരനാണ്. ഈ പുള്ളിക്കാരനെ ചാർജ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ ഞങ്ങൾ പരാതി കൊടുത്തിട്ട് സ്വീകരിച്ചില്ല. പുള്ളിക്കാരൻ ചെയ്തതെല്ലാം ശരി, നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റി. വളരെ വളരെ വലിയൊരു കാര്യമാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും ചെയ്യണം. എന്നാലാണ് ജനങ്ങളൊപ്പം നിൽക്കുക, അല്ലേ? നമ്മൾ സാധാരണക്കാരും മനുഷ്യന്മാർക്ക് ആരാളുള്ള ആശ്രയം? അത് തന്നെയാണ്. സാധാരണക്കാർക്ക് നേരെ ഇങ്ങനെ ഒരു അതിക്രമം നടക്കുമ്പോൾ ആരാണ് ആശ്രയം? എവിടെയൊക്കെ നമ്മൾ പോകും? ആ ഒരു വർഷം നീണ്ട പോരാട്ടത്തിനിടയിൽ പല കാര്യങ്ങളും ഷൈമോൾക്കും ബെഞ്ചോയ്ക്കും മനസ്സിലായിട്ടുണ്ട്. കാരണം അത്ര വലിയ ഒരു അതിക്രമം നേരിട്ട ശേഷം വലിയ നിയമ പോരാട്ടം കൂടി വേണ്ടി വന്നു ഇത്തരം ഒരു സംഭവം അത് പുറം ലോകത്തെത്തിക്കാനും അതിൽ പ്രതിയായ ഒരാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും. പ്രത്യേകിച്ച്